അത് എന്നെ അഫക്റ്റ് ചെയ്തൊരു കാര്യമാണത്. എൻ്റെ സഹപ്രവർത്തകർ എത്രയോ 30 28-30 വർഷം, 30 അതിൽ കൂടുതൽ 1986 മുതൽ കാണുന്ന ആൾക്കാരാണ് നമ്മൾ സഹപ്രവർത്തകർ. പഠിച്ചതും ഒപ്പം പഠിച്ചവരും ഒപ്പം ജോലി ചെയ്തവരും ഒപ്പം പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്തവരും ഒക്കെ ഉള്ളവരാണ്. അവരങ്ങനെ നമ്മളെ ബാക്ക് സ്റ്റാബ് ചെയ്യുമെന്ന് വിചാരിച്ചില്ല. ഇല്ല, ചെയ്തില്ല. തലേ ദിവസം അല്ലെങ്കിൽ എന്താണ് കൃത്യമായി നമുക്കറിയില്ല, വന്ന് കാണുന്നു, എല്ലാ പ്രശ്നങ്ങളും പറഞ്ഞു തീർക്കുന്നു, അതിനുശേഷം ഇങ്ങനെ ഒരു വാർത്താ സമ്മേളനം പ്രതീക്ഷിച്ചു? ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അന്ന് എല്ലാം സമാധാനമായിട്ടിരിക്കൂ, സമാധാനമായല്ലോ, കുഴപ്പമില്ല, എല്ലാം കണ്ടെത്തി, കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു പോയവരാണ് പിന്നീട് ഒരു ട്വിസ്റ്റ് നടന്നത്. അത് എന്നോടൊന്നും പിന്നീട് ഒരു വിശദീകരണം ചോദിച്ചില്ല. വേണമെങ്കിൽ ഒരു ഫോൺ വിളിച്ച് ചോദിക്കാമായിരുന്നു, എന്താണ് അങ്ങനെ സംഭവിച്ചതെന്നോ ഒക്കെ ചോദിക്കാം. ഒന്നും ചോദിക്കാതെ ഇത് എന്തോ പ്രത്യേക നിമിഷത്തിലായിരിക്കും അവരങ്ങനെ ചെയ്തത്. എന്താണെന്ന് അറിയില്ല. അതെന്താണെന്ന് അറിയില്ല. അത് എന്താണ് എന്നോട് അവരങ്ങനെ പെരുമാറിയെന്ന് അറിയുന്നില്ല. അത് ശരിയല്ല. അത് എനിക്ക് ഇനി നമുക്കൊരു ഡിപ്പാർട്ട്മെൻറ്റ് മുമ്പോട്ട് കൊണ്ടുപോകണമെങ്കിൽ അവരുടെ സഹായം കൂടിയേ തീരും. അവരെന്നോടൊപ്പം നിന്നെങ്കിലേ പറ്റുള്ളൂ. ഞാനൊരു വെറും ജോലിക്കാരൻ മാത്രമാണ്. അപ്പോൾ എനിക്ക് അവരെ സപ്പോർട്ടും സാധനങ്ങളും ഉപകരണങ്ങളും എല്ലാം തരേണ്ടുന്നത് അവരാണ്. എല്ലാ സംവിധാനങ്ങളും ഒരുക്കി തരേണ്ടുന്നത് അവരാണ്. ഞാനവിടെ വെറുതെ ഒരു പണിക്കാരൻ മാത്രമാണ്. അപ്പോൾ അതിന് അവരുടെ സഹായം വേണം. അവരിനിയും സഹായിക്കണം. നമുക്ക് അങ്ങനെ ശത്രുപക്ഷത്ത് നിന്ന് പോകാൻ പറ്റുന്ന ഒരു രംഗമല്ല. കാരണം ഒരു രോഗി ബുദ്ധിമുട്ടിലായി കഴിഞ്ഞാൽ എല്ലാ ഡോക്ടർമാരും സഹകരിച്ചാണ്. ഒരു ഡോക്ടർ ഒറ്റയ്ക്കല്ല, പല വിഭാഗത്തിലുള്ളവർ വന്ന് ഒരുമിച്ച് ചേർന്നിട്ടാണ് അവരെ രക്ഷിക്കുന്നത്. അപ്പം എല്ലാവരും തമ്മിൽ നല്ല ഒരു സൗഹൃദവും ഒരു വിട്ടുവീഴ്ചയൊക്കെ ഉണ്ടാവേണ്ട ഡിപ്പാർട്ട്മെൻ്റ് ആണ് മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത്. അങ്ങനെ കുറച്ചുപേർ ശത്രുപക്ഷത്തും കുറച്ചുപേർ ഇങ്ങനെ നിന്നാലും മാറി നിന്നാലൊന്നും നടക്കില്ല. ഉന്നയിച്ച കാതലായ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതിന് അന്വേഷണം നടത്തി റിപ്പോർട്ട് വന്നു. പക്ഷെ അപ്പോഴൊന്നും ഞങ്ങളോട് മാധ്യമങ്ങളെ വിളിച്ച് സംസാരിക്കാത്ത ആളുകളാണ്. ഇതൊരു ഉപകരണ ഭാഗത്താണ് എന്ന വിഷയത്തിൽ മാത്രം കാണുകയും അത് കുറേ സമയത്ത് വിശദീകരിക്കുകയും ചെയ്തത്. അതെ. ആ പ്രയോഗം എനിക്ക് ഞാൻ പറയുന്നില്ല. അതുണ്ട് ബാക്ക് സ്റ്റാബിനെയാണ്. ഈ അങ്ങേ തന്നെ വർഷങ്ങളായിട്ട് അറിയാവുന്ന പ്രിൻസിപ്പല്, സൂപ്രണ്ട്, ഫോണിൽ കൂടെ വിളിക്കാൻ DME ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നല്ലോ. പക്ഷെ പിന്നീട് താങ്കൾ ആ വാർത്താ സമ്മേളനം ഒക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോ അത് കണ്ടിട്ട് അങ്ങേക്ക് എന്താണ് അതിനകത്തൊരു ഫീൽ ചെയ്യുന്നത്? എന്തായിരുന്നു, എന്തിനു വേണ്ടിയുള്ള ഒരു ശ്രമമായിട്ടാണ് തോന്നുന്നത്? അതിനപ്പോൾ ഇപ്പം നമ്മൾ ചർച്ച ചെയ്തതിനെ അതിനെ ബലപ്പെടുത്തുന്ന കാര്യങ്ങളാണ്. പിന്നെ നമുക്ക് പിന്നീട് എല്ലാവരും അതിൻ്റെ കമൻറ്റുകളൊക്കെ വായിച്ചപ്പോൾ എനിക്ക് പിന്നീട് അതൊരു തമാശയായിട്ടേ തോന്നിയിട്ടുള്ളൂ. എന്തായാലും ഞാൻ ഇനിയും കുറച്ചും കൂടെ അവരുമായിട്ട് നല്ല സൗഹൃദത്തിൽ പോകണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ മോസിലോസ്കോപ്പ് എന്ന ഉപകരണം കണ്ടെത്തി എന്നുള്ള കാര്യം തീരുമാനമായിരിക്കുന്നു. അങ്ങനെ റിപ്പോർട്ടും കൊടുത്തിട്ടുണ്ട്. അപ്പോ തൊട്ട് തലേ ദിവസം എന്താണ് സംഭവിച്ചത്? അപ്പോ ഈ വാർത്താ സമ്മേളനത്തിൽ അതായത് മറ്റേ വീഡിയോ ഉണ്ട്, അല്ലെങ്കിൽ CCTV ദൃശ്യമുണ്ട്, അങ്ങനെയൊക്കെയായിരുന്നല്ലോ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. അല്ല, ഇങ്ങനെ എന്ത് അസ്വാഭാവികമായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും അവർക്ക് പരിചയമില്ലാത്ത ഒരു കാര്യമോ അല്ലെങ്കിൽ ഒരു പരിചയമില്ലാത്ത ഇത് ഉപകരണം പോലും അവർക്കറിയില്ല. അപ്പം ഇങ്ങനെയൊക്കെയുള്ള സന്ദർഭങ്ങളിൽ എന്നെ വിളിക്കാമല്ലോ. ഞാൻ അവിടെ ഉണ്ട്. ഞാൻ അന്ന് ആ മെഡിക്കൽ കോളേജിലുള്ള സമയത്താണ് അവരത് ചെയ്യുന്നത്. ഞാൻ അന്ന് ശനിയാഴ്ചയാണെന്ന് തോന്നുന്നു ഈ സംഭവം നടക്കുന്നത്. അന്ന് ഞാനവിടെ ഉള്ള സമയത്തൊക്കെയാണെന്ന് തോന്നുന്നു ഈ പരിപാടി നടക്കുന്നത്. എന്നെ ഒന്ന് ഫോണിൽ വിളിച്ച് ചോദിക്കുക, എന്താണ് ഡോക്ടർ, അതെന്താണ് ഒരു വിശദീകരണം പറയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവിടെ പോയി പറയുമല്ലോ എന്താണെന്നുള്ളത്. ഞാൻ അവൈലബിൾ ആണ്, സ്ഥലത്ത് അവൈലബിൾ ആണ്. പക്ഷേ എന്നിട്ടും എന്നോട് ഒരു വാക്ക് അവർ ചോദിച്ചിട്ടില്ല, ഒന്നും ചോദിച്ചില്ല, ഒരു ക്ലാരിഫിക്കേഷനും ചോദിച്ചില്ല. ഫോണിൽ കൂടെ നേരിട്ടോ അല്ലെങ്കിൽ ആരെങ്കിലും ഒരാളിനെ വിട്ടിട്ടോ എന്നിട്ട് നമുക്ക് ചോദിക്കാവുന്നതേ ഉള്ളൂ. എന്താണ് ഹാരിസ് അവിടെ സംഭവിക്കുന്നത്, ആരാണ് കയറുന്നത്, എന്താണ് എന്നുള്ളത് ഈ ലോകത്തിനോട് പറയുന്നതിന് മുമ്പേ ഒരു വാക്ക് എന്നോട് ചോദിക്കാമല്ലോ. പ്രതികാര നടപടി എന്നുള്ള, അതായത് ഈ സിസ്റ്റത്തിന്റെ പ്രശ്നങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചപ്പോൾ അങ്ങേക്കെതിരെ ഒരു പ്രതികാര മനോഭാവം ആരുടെയെങ്കിലും ഭാഗത്തുനിന്ന് ഉണ്ടായോ? ഇല്ല, അങ്ങനെ പ്രതികാര നടപടിയൊന്നും ഉണ്ടായില്ല. എല്ലാവരും നല്ല സൗഹൃദത്തിലാണ്. ഇന്നലെ ഞാൻ 2-3 ദിവസമായിട്ട് എല്ലാ മേലധികാരികൾ അധികാരത്തിലുള്ളവരെല്ലാവരും എന്നെ വിളിക്കുകയും കാര്യങ്ങളെല്ലാം വിശദീകരിക്കുകയും എല്ലാം
വാങ്ങിത്തരാം, എത്രയും പെട്ടെന്ന് ചെയ്തു തരാം, ഡിപ്പാർട്ട്മെൻറ്റ് നന്നായിട്ട് കൊണ്ടുപോകാനുള്ള എല്ലാ കാര്യങ്ങളും സഹായങ്ങളും അവർ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഇന്നലെയും വിളിച്ചിരുന്നു. ഇന്നലെ വിളിച്ചേക്കും ഇത്ര ഫണ്ട് എത്ര രൂപ അലോട്ട് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ കാര്യങ്ങളൊക്കെ അവർക്ക് മനസ്സിലായി എന്നാണ് പറഞ്ഞത്. സിസ്റ്റം തകരാറിലാണെന്ന് പ്രശ്നം പറഞ്ഞത് സഹിക്കാൻ പറ്റാത്തതാണ് ഇതിന്റെ പ്രശ്നം. അത് ഞാനത് മാധ്യമങ്ങളോടൊക്കെ പറഞ്ഞതായിരിക്കാം അവരെ വിഷമിപ്പിച്ചത്. അതെന്തായാലും അത് പരിഹരിക്കുന്നതോടുകൂടി ആ പ്രശ്നം സോൾവ് ആവും. എന്നാലും ഇപ്പം മാധ്യമങ്ങളൊക്കെ തെളിവുകൾ പുറത്തുവിട്ടില്ലായിരുന്നെങ്കിൽ അങ്ങേക്ക് ഈ സമയത്ത് കുറച്ചുകൂടി ബുദ്ധിമുട്ട് ഒരുപക്ഷെ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. കാരണം അങ്ങ് തന്നെ മാധ്യമങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഈ മരണത്തിൽ നിന്ന് ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന മാധ്യമങ്ങളാണ് എന്ന് അങ്ങ് തന്നെ പറയുന്നുണ്ട്, അങ്ങ് തന്നെ സന്ദേശങ്ങളിൽ പറയുന്നുണ്ട്. അപ്പോ അങ്ങനത്തെ തെളിവുകളൊന്നും വന്നില്ലായിരുന്നെങ്കിൽ CCTV ഉണ്ട്, അല്ലെങ്കിൽ ബില്ലുണ്ട് എന്നൊക്കെ പറയുമ്പോൾ കേരളം മുഴുവൻ ഒരു പുകമറയിൽ ആയി പോവില്ലായിരുന്നോ അങ്ങ്? അത് ആകും. ഞാൻ ഒറ്റയ്ക്ക് ഒരു വ്യക്തി മാത്രമേ ഉള്ളൂ. ഒരു വലിയൊരു ശക്തി മുമ്പിൽ നിൽക്കുമ്പോൾ നമുക്കതിനകത്ത് ഈ പറഞ്ഞതുപോലെ ഒറ്റയ്ക്ക് നേരിടാൻ പറ്റില്ല. അത് നമുക്ക് ഒരാളെ കൊണ്ട് സാധിക്കുന്ന കാര്യമല്ല. ഇത് നമുക്ക് നമ്മുടെ സൈഡിൽ തെറ്റുകളൊക്കെ കണ്ടുപിടിക്കാൻ ഇങ്ങനെ കുറേ പേര് തുനിഞ്ഞിറങ്ങിക്കഴിഞ്ഞാൽ അങ്ങനെ ബുദ്ധിമുട്ടാണ്. ഏതാ മാഡം ഒന്ന് എന്നെ വളരെ നല്ലൊരു സമാധാനിപ്പിച്ച, മാഡം ഒന്നും പേടിക്കണ്ട, കുഴപ്പമില്ല, കാര്യങ്ങളെല്ലാം ഈ കാര്യങ്ങൾ മാത്രമല്ല എല്ലാ വീട്ടുകാര്യങ്ങളും കുടുംബകാര്യങ്ങളും എല്ലാം സംസാരിച്ചു, മക്കളുടെ കാര്യങ്ങളും ഒക്കെ സംസാരിച്ചു. മാഡം ഞങ്ങൾ സന്തോഷമായിട്ടാണ് പിരിഞ്ഞത്. അങ്ങനെ സന്തോഷമായി പിരിഞ്ഞതിന് ശേഷം ഉന്നതങ്ങളിലൊന്നും അറിയാതെയാണോ ഇത്തരത്തിലൊരു വാർത്താ സമ്മേളനം നടക്കുന്നത്? അങ്ങനെ കരുതുന്നുണ്ടോ? അതറിയില്ല. അതിനെപ്പറ്റി എനിക്കറിയില്ല. അത് വാർത്താ സമ്മേളനമൊക്കെ നടന്നതിന് ശേഷമാണ് ഞാൻ തന്നെ അറിയുന്നത്. ഉണ്ട്, ഞാൻ ശനി ഉണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. ഞാൻ ശനി ഞായർ എല്ലാം ഹോസ്പിറ്റലുണ്ട്. ശനിയാഴ്ച ഞായറാഴ്ച ഹോസ്പിറ്റലുണ്ട്. ഫുൾ ടൈം ഉണ്ടായിരുന്നു. രാവിലെ മുതൽ 8 ശനിയാഴ്ച രാവിലെ ഞാൻ പോയിരുന്നതാണ്. ഇത് വാർത്താ സമ്മേളനം എന്നാണെന്ന് ഓർക്കുന്നില്ല. ചില വെള്ളി നാണയങ്ങൾക്ക് വേണ്ടി ഒരു സഹപ്രവർത്തകനെ ജയിലിലേക്ക് ഒരുപക്ഷെ മരണത്തിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചവരെന്നാണ് അങ്ങയുടെ തന്നെ സഹപ്രവർത്തകരെ വിശേഷിപ്പിക്കുന്നത്. ഞാനത് പേഴ്സണലായിട്ട് നമ്മുടെ ഗ്രൂപ്പിൽ ഇട്ടതാണ്. എന്നാലും അത് ഞാൻ അങ്ങനെ ആയിപ്പോയേനെ ആകേണ്ടതാണ്. അങ്ങനെ നമ്മൾ അങ്ങനെ എത്ര സമ്മർദ്ദത്താകുമ്പോൾ നമ്മളങ്ങനെ പോകുമല്ലോ. നമ്മൾ ലോകം മുഴുവൻ കള്ളനാക്കുകയും നമ്മൾ ക്രൂസിഫൈ ചെയ്യുകയും ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പിന്നെ വേറെ ബുദ്ധിമുട്ടിലാവും. അതാണ്. എന്തോ അങ്ങനെയാണല്ലോ, തുടക്കം അവിടെ ആണല്ലോ. അവിടെ നിന്നാണ് എല്ലാം വരുന്ന പ്രശ്നങ്ങൾ. ഞാനത് ചൂണ്ടിക്കാണിച്ചപ്പോൾ സോഷ്യൽ പ്ലാറ്റ്ഫോമിൽ ചൂണ്ടിക്കാണിച്ചപ്പോൾ അത് പിന്നീട് അത് പ്രശ്നമായി മാറുകയായിരുന്നു. ഞാനത് അത്രയൊന്നും ഉദ്ദേശിച്ചിട്ടല്ല, നമ്മളൊരു ആ വിഷമം പറഞ്ഞതേ ഉള്ളൂ. അതെൻ്റെ പേഴ്സണൽ ഗ്രൂപ്പാണ്. അത് വേറെ അങ്ങനെ പരസ്യമാക്കാൻ ഉദ്ദേശിച്ചിരുന്നതല്ല. പക്ഷെ അത് എങ്ങനെയോ അത് പരസ്യമായി. അങ്ങനെയാണ്. അങ്ങനെയാണ് വാങ്ങി വെച്ചു അബുദാബിയിലോട്ടെന്നൊക്കെയാണ് അവർ പറയുന്നത്. അവിടെ മോഴ്സിലോസ്കോപ്പ് നേരത്തെ ഉണ്ട്. ഈ പ്രശ്നങ്ങളുള്ളത് കൊണ്ട് നമ്മൾ നേരത്തെ ഈ MP ഫണ്ടിൽ ഇത് വാങ്ങിച്ചതിൻ്റെ കോൺട്രവേഴ്സി ഉള്ളത് കൊണ്ടുമൊക്കെ നമ്മളിതെല്ലാം നേരത്തെ എല്ലാം റെഡിയാക്കി നമ്മുടെ കസ്റ്റഡിയിൽ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാവുന്നത് കൊണ്ടാണ് തുടക്കം മുതലേ ഉണ്ടെന്ന് നമ്മൾ വ്യക്തമായിട്ട് പറയുന്നത്. പരിഭവവും പരാതിയും ഒക്കെ ഉണ്ട്. പക്ഷെ അവർ നമ്മുടെ സുഹൃത്തുക്കൾ തന്നെയാണ്. അവരിവിടെ നമ്മളെന്നും കാണേണ്ടുന്നവരും ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടവരും ഒക്കെയാണ്. ഇനി നമുക്ക് വലിയ സർവീസ് വലിയ കാലവും ഇല്ല. 3-4 വർഷം കൊണ്ട് നമ്മളെല്ലാം റിട്ടയർ ചെയ്ത് പോകേണ്ട ആൾക്കാരും. ആയിരിക്കില്ല, അത് എന്തോ അറിയില്ല, അതിന് വേറെ അറിയില്ല. പർച്ചേസിന് ഇന്നും മുതൽ കൊടുക്കണം. അടുത്ത പർച്ചേസിന് ഞാൻ കൊടുത്തിട്ടുണ്ട് 2-3 എണ്ണം. കുറേ പർച്ചേസിൻ്റെ പിന്നെ റിക്വസ്റ്റുകൾ പെൻഡിങ് ആണ്. അത് ഇന്നു മുതൽ ഞാൻ ഒന്നും കൂടെ അത് ആക്ടിവേറ്റ് ആക്കും. അത്
കൂടുതൽ അത് വാങ്ങിച്ച് തന്നേ പറ്റുള്ളൂ. അത് അങ്ങനെ പ്രിൻസിപ്പൽ വാങ്ങിച്ചു തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോഴും രോഗികൾ ബുദ്ധിമുട്ടുന്നുണ്ടോ? സാധനങ്ങളൊക്കെ വാങ്ങി കൊടുക്കേണ്ട സാഹചര്യം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടോ? അല്ല അതിപ്പം അവർ ചേഞ്ച് അത് വാങ്ങിത്തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പുതിയ മെഷീൻ്റെ സാധനങ്ങൾ വാങ്ങിക്കേണ്ട അവസ്ഥ വരുന്നുണ്ടോ? ആളുകൾക്ക് പിരിവിട്ട് സാധനങ്ങൾ വാങ്ങിക്കേണ്ട അവസ്ഥ വരുന്നുണ്ടോ? പ്രത്യേകിച്ച് അല്ല അതിപ്പോൾ നമ്മൾ പരാതി പറഞ്ഞിട്ട് ഇപ്പോൾ ഒരു ചെറിയ സമയമല്ലേ ആയിട്ടുള്ളൂ. അത് പരിഹരിക്കാനുള്ള ടൈം ആയിട്ടില്ല. അത് നമുക്ക് വെയിറ്റ് ചെയ്യാം. അത് അതിനകത്ത് അത് സോൾവ് ആകും. അതാണ് എൻ്റെ ചിന്ത. ഈ പച്ചക്കള്ളം അമ്മയ്ക്കെതിരെ പ്രചരിപ്പിച്ച സൂപ്രണ്ട്, പ്രിൻസിപ്പല്, അതും പച്ചക്കള്ളം പ്രചരിപ്പിച്ചുകൊണ്ട് മാധ്യമങ്ങളെ കണ്ട അവർക്കെതിരെ എന്തെങ്കിലും നടപടിയോ അല്ലെങ്കിൽ പരാതിയുമായിട്ട് മുന്നോട്ട് പോകും? ഒരു പരാതിയില്ല, ഒന്നിലും മുമ്പോട്ട് പോകുന്നില്ല. അത് അങ്ങനെ അത് സമയമെടുക്കും. നമ്മൾ ട്രീറ്റ്മെൻറ്റിലാണല്ലോ. അതിന് പിന്നെ ഇപ്പോൾ അത് ഫോളോ അപ്പിന് പോകണം. അപ്പോൾ അത് കുറച്ച് സമയം എടുക്കും അത് ശരിയായി വരാൻ. ശരി. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.